السلام عليكم. بسم الله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ US പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വാഷിങ്ടണിലെ പ്രശസ്തമായ കോമിറ്റ് പിക് വോങ് പിസ്സ ഷോപ്പിൻ്റെ ഉടമ ജെയിംസ് ആൽഫൻറ്റി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അസാധാരണമാം വിധം ഫോളോവേഴ്സ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചത്. ഒപ്പം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വായിച്ചു തീർക്കാവുന്നതിലപ്പുറം മെസ്സേജുകളും എല്ലാം ഭീഷണി സ്വരങ്ങളായിരുന്നു. ആദ്യം ജെയിംസ് ആൽഫൻറ്റിക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും പതിയെ തൻ്റെ പിസ്സ ഷോപ്പ് കേന്ദ്രീകരിച്ച് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അവരെ ലൈംഗിക കച്ചവടം നടത്തുന്നുവെന്നും ആരോപിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യാജ വാർത്ത ചില വെബ്സൈറ്റുകൾ അതേപടി പ്രസിദ്ധീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതെന്ന് ബോധ്യപ്പെട്ടു. അന്ന് അമേരിക്കയിലെ ചില ആധികാരിക മാധ്യമങ്ങളും ഈ ഒരു വ്യാജ വാർത്തയെ അതേപടി പ്രസിദ്ധീകരിച്ചിരുന്നു. സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്ക് നുണ ലോകം ചുറ്റുമെന്ന തരത്തിൽ നുണകൾക്ക് പ്രചുര പ്രചാരമുള്ള കാലത്ത് സത്യാനന്തര കാലത്തെ മാധ്യമങ്ങൾ ധർമ്മം മറന്നോടുകയാണോ എന്ന വിഷയം ഏറെ പ്രസക്തമാണ്. സത്യത്തോടുള്ള അസത്യത്തോടുമുള്ള ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ സമീപനത്തിൽ വന്നിട്ടുള്ള ആപേക്ഷികമായ മാറ്റത്തെ അല്ലെങ്കിൽ പ്രവണതയെയാണ്, അതിന് കാരണമായ സാമൂഹിക സാംസ്കാരിക പരിസരത്തെയാണ് സത്യാനന്തരം എന്ന് അടയാളപ്പെടുത്തുന്നത്. ഒരു ഫാഷിസ്റ്റ് ചിന്തയുണ്ട്. ഏതാണ്ട് ഇങ്ങനെയാണ്: ഒരു വലിയ അസത്യത്തെ പലവരും ആവർത്തിക്കുന്നതിലൂടെ ഒടുവിൽ അത് സത്യമായി ജനങ്ങൾ വിശ്വസിക്കുമെന്ന്. ഇത് തന്നെയാണ് പുതിയ കാലത്ത് മാധ്യമങ്ങളുടെയും സ്ഥിതിവിശേഷം. 2020 മുതൽ അമേരിക്കയിൽ വാർത്താമാധ്യമങ്ങളിലുള്ള വിശ്വാസ്യത 70% കുറഞ്ഞിട്ടുണ്ടെന്ന് പ്യൂ റിസർച്ച് പോലുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിലെയും സ്ഥിതി ഒട്ടും വിഭിന്നമല്ല. ഫാഷിസ്റ്റ് താൽപ്പര്യങ്ങളാണ് മാധ്യമങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പുതിയ കാലത്ത് രാജ്യത്തെ മാധ്യമരംഗം കൂടുതൽ പരസ്യമായി തന്നെ ഭരണകൂട താൽപ്പര്യങ്ങൾക്കൊത്ത് അസത്യം പടച്ചുവിടാൻ ഏറെ മുൻപന്തിയിലാണ് എന്നതാണ് വസ്തുത. സുദർശൻ ന്യൂസ് ഉദാഹരണമായിട്ടെടുക്കാം. RSS സ്പോൺസേഡായ ചാനൽ മതങ്ങളുടെ മേമ്പൊടിയിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും വർഗീയ വിഷം കുത്തിവെക്കുകയുമാണ് ചെയ്യുന്നത്. UPSC ജിഹാദും ഇത്തരം പ്രവണതകളുടെ ഭാഗം തന്നെയാണ്. OBC സംവരണത്തിൻ്റെ മറവിൽ മുസ്ലിങ്ങൾ സിവിൽ സർവീസിൽ നുഴഞ്ഞു കയറുകയാണെന്നും UPSC പരിശീലനത്തിന് മുസ്ലിങ്ങൾക്ക് പണം നൽകുന്നത് പാകിസ്ഥാൻ അനുകൂല സംഘടനകളുമാണെന്നായിരുന്നു സുദർശൻ ന്യൂസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്യാംദേവിൻ്റെ വാദം. എത്രമേൽ ആപത്കരവും അടിസ്ഥാനരഹിതവുമാണിത്. രാജ്യത്തെ ഭരണം ഹിന്ദുത്വം ഏറ്റെടുത്ത ശേഷമാണ് ഈ ഒരു അസത്യക്കച്ചവടം കൂടുതൽ സജീവമായി തുടങ്ങുന്നത്. 2016 അമേരിക്കൻ ബാങ്കിന് ശേഷമാണ് സത്യാനന്തരം എന്ന പ്രയോഗം കൂടുതൽ പ്രചാരത്തിലാകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധ്യമാകുക 2014 ഹിന്ദുത്വം അധികാരത്തിലേറിയ ശേഷം എന്ന് പറയുന്നതാകും. കാരണം തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് ഇത്തരം കമ്പോളം തുറക്കുന്നതും നിറയുന്നതും. കോവിഡ് കാലത്തെ നമുക്ക് കാണാം. രാജ്യതലസ്ഥാനത്ത് പലായന പ്രതിസന്ധിയിൽ ഒന്നും ചെയ്യാനാവാത്ത ഭരണകൂടത്തെ ചോദ്യം ചെയ്ത എത്ര മാധ്യമങ്ങളുണ്ടായിരുന്നു. 200 കിലോമീറ്ററോളം നടന്ന് വീടണയാതെ വിശപ്പ് കൊണ്ട് മരിച്ചു വീണ ദിവസവേതന തൊഴിലാളിയെ എത്ര പേർ കണ്ടില്ലെന്ന് നടിച്ചു? എത്ര ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു? ഇത്തരം വാർത്തയാക്കേണ്ട വാർത്തകൾ കണ്ടില്ലെന്ന് നടിച്ച് രാജ്യത്തെ പ്രമുഖ ചാനലുകളെല്ലാം അന്ന് സെലിബ്രിറ്റികളുടെ വിശേഷങ്ങൾ അറിയാനുള്ള ധൃതിപാടിലായിരുന്നു. ഭരണകൂടങ്ങൾ തങ്ങളുടെ അധികാരത്തിന് സത്യം അസത്യം അത്യാവശ്യമാണെന്നും സത്യമല്ലെങ്കിൽ വാസ്തവം തടസ്സവുമാണ് എന്ന തോന്നലിൽ നിന്നാണ് സത്യത്തോടുള്ള ഈ ഒരു കടുത്ത വിയോജിപ്പ് പ്രകടമാക്കുന്നത്.
സത്യം അധികാരത്തിൻ്റെ ശത്രുവാണ്. അധികാരത്തിലുള്ളവർ അതിനെ പരമാവധി കുഴിച്ചു മൂടാൻ ശ്രമിക്കും എന്ന് അരുന്ധതി റോയ് പറഞ്ഞതും ഇതുകൊണ്ടാണ്. നുണകളുടെ പ്രളയമുള്ള ഈ കാലത്ത് നുണകൾക്കിടയിൽ നിന്ന് സത്യത്തെ കണ്ടെത്തുക എന്നതാണ് മാധ്യമധർമ്മം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.